നമസ്കാരം. ഹോർമൂസ് കടലിടുക്കും കടന്ന് ഇന്ത്യയിലേക്കുള്ള ഗ്യാസും ക്രൂഡ് ഓയിലും ഒക്കെ ആയിട്ടുള്ള കപ്പലുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് എന്ന തരത്തിൽ ഒരു കൂട്ടർ, എന്നാൽ ഇറാൻ ഇന്ത്യയോട് കാണിക്കുന്ന ദയയാണ്, അല്ലെങ്കിൽ അവർ അനുമതി കൊടുത്തുകൊണ്ടാണ് എന്ന തരത്തിൽ സുഡാപ്പികളും ടീമും. ഇത് നെഹ്റുവിൻ്റെ കാലം മുതൽ ഇറാനുമായി ഇന്ത്യ പുലർത്തി വന്ന നയതന്ത്ര ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് മറ്റൊരു കൂട്ടരും ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇവരാരും ചർച്ച ചെയ്യാത്ത, ഇവരാരും ശ്രദ്ധിച്ചിട്ടും അത് പറയാത്ത, അല്ലെങ്കിൽ ബോധപൂർവം പറയാത്ത മറ്റൊരു വമ്പൻ ട്വിസ്റ്റ് ഇതിനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. യുദ്ധത്തിൻ്റെ തുടക്ക സമയത്ത് നമ്മളാരും മറന്നിട്ടില്ലല്ലോ, ഇന്ത്യൻ നാവിക അതിർത്തിക്ക് പുറത്ത് ശ്രീലങ്കൻ അതിർത്തിക്ക് അല്ലെങ്കിൽ ശ്രീലങ്കൻ അതിർത്തിയിൽ വെച്ച് ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ അമേരിക്ക ടോർപിഡോ ചെയ്ത് മുക്കുന്നു. തുടർന്ന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റ് 2 ഇറാൻ യുദ്ധക്കപ്പലുകൾ ഈ അനുഭവം തന്നെ അവർക്ക് ഉണ്ടാവുമോ എന്ന് ഭയന്നുകൊണ്ട് ഇന്ത്യയോട് അഭയം ചോദിക്കുന്നു. ഇന്ത്യ ഈ കപ്പലുകൾക്ക് ഇന്ത്യയിൽ കിടക്കാൻ അനുമതി നൽകുന്നു. അതിപ്പോൾ നമ്മുടെ കൊച്ചിയിലും മറ്റുമൊക്കെ ആയിട്ടുണ്ട്. ഈ കപ്പലുകൾ സുരക്ഷിതമായി ഇന്ത്യയിൽ കിടക്കുന്ന കാലത്തോളം ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ സുരക്ഷിതമായി വരിക തന്നെ ചെയ്യും. അതിന് വഴിയൊരുക്കേണ്ടത് ഇപ്പോൾ ഇറാൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്ന സംഗതി. ശ്രീലങ്കയെ നാവിക അതിർത്തിയിൽ വെച്ചിട്ട് ഇറാൻ യുദ്ധക്കപ്പൽ അമേരിക്ക ടോർപിഡോ ചെയ്ത് മുക്കുന്നു. അതിനുശേഷം 2 ഇറാൻ കപ്പലുകൾക്ക് ഇന്ത്യ അഭയം നൽകുന്നു. നിലവിൽ ആ നാവികരടക്കമുള്ളവർ ഇവിടെ ഇന്ത്യയുടെ സുരക്ഷയിലുണ്ട്. ഇന്ത്യയുടെ സുരക്ഷയിൽ 2 ഇറാൻ യുദ്ധക്കപ്പലുകൾ കിടക്കുന്ന കാലത്തോളവും ഇറാന് ഇന്ത്യയുടെ ഒരു കപ്പലും തടയാനാവില്ല. അത് തടസ്സങ്ങൾ മാറ്റി വിട്ടേ മതിയാവൂ. അതിന് നിങ്ങൾ എന്ത് നയതന്ത്ര ബന്ധം വെച്ചാണ് എന്ന് പറഞ്ഞാലും, അതല്ല ഇറാൻ്റെ ദയ കൊണ്ടാണ് എന്ന് പറഞ്ഞാലും, ആത്യന്തികമായി ഇതിങ്ങനെ വിടാനുള്ള പ്രധാന കാരണം ഈ 2 കപ്പലുകൾ സുരക്ഷിതമായി ഇന്ത്യയിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇനി ഈ ട്വിസ്റ്റ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ മീഡിയ വണ്ണൊക്കെ പറയുന്നത് പോലുള്ള ഗൂഢാലോചന സിദ്ധാന്തവും മറ്റുമൊക്കെ ആണോ എന്ന് സംശയിക്കുന്നവരുണ്ടാവാം. എന്തായാലും കറ നല്ലതാണ് എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യൻ സമുദ്ര അതിർത്തിക്ക് പുറത്ത് വെച്ച് ശ്രീലങ്കയുടെ സമുദ്ര അതിർത്തിക്കുള്ളിൽ വെച്ച് ഈ ഇറാൻ കപ്പൽ മുങ്ങുകയും തുടർന്ന് അമേരിക്ക തങ്ങളെയും ടോർപിഡോ ചെയ്യുമോ എന്ന് ഭയന്നുകൊണ്ട് 2 ഇറാൻ കപ്പലുകൾ ഇന്ത്യയിൽ അഭയം തേടി. മറ്റെങ്ങുമല്ല, ഇന്ത്യയിൽ അഭയം തേടി. ഇന്ത്യ അവർക്ക് അഭയം കൊടുത്തു. ആ കപ്പലുകളും നാവികരും ഇവിടെ സുരക്ഷിതരായി ഉള്ള കാലത്തോളോ നമ്മുടെ എല്ലാ കപ്പലുകളും ആ ഹോർമൂസ് കടലിടുക്ക് വഴി അവിടെ ഇറാൻ തടയില്ല. ഇറാൻ ഇനി നമ്മളെ തടയില്ല. അവർക്ക് ഇത് തടസ്സമില്ലാതെ വിട്ടേ മതിയാവും. ഇതിനെയും വേണമെങ്കിൽ നയതന്ത്ര ബന്ധം എന്ന് പറയാം. പക്ഷേ ഇതൊരു വലിയ ട്വിസ്റ്റാണ്. അവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത, ഇപ്പോൾ സുഡാപ്പികൾ പറയും ഇറാൻ ദയാവായ്പ് കാണിച്ചാണെന്ന് പറയും. പക്ഷേ ആ ദയാവായ്പ് അവർക്ക് നൽകേണ്ടി വന്നതാണ്. അതിനവർ നിർബന്ധിതരായതാണ്. അവിടെ ഒരുപക്ഷെ നയതന്ത്ര തലത്തിലുള്ള സംഭാഷണങ്ങളും മറ്റുമൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും, ഉണ്ടാവണമല്ലോ. പക്ഷേ ആത്യന്തികമായി ഇത് തന്നെയാണ് കാരണം. ആ കപ്പലുകൾ ഇവിടെ നമ്മുടെ സുരക്ഷയിലാണ്. നമ്മുടെ കപ്പലുകൾ അവിടെ നിന്ന് തടസ്സം കൂടാതെ വിടേണ്ടത് ഇപ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ്. ഒരേ സമയത്ത് തന്നെ അമേരിക്കയിൽ നമ്മൾ വലിയ വമ്പൻ നിക്ഷേപമാണ് നടത്താൻ പോകുന്നത്. ആ സമയത്ത് തന്നെ ഇസ്രായേലുമായിട്ട് ഡ്രോൺ ഉണ്ടാക്കുന്ന പദ്ധതിക്ക് ഇന്ത്യ കൈകൊടുത്തിരിക്കുന്നു. ഇറാനുമായിട്ട് തന്നെ ഒരേ സമയം ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം യുദ്ധം ചെയ്യുന്ന എത്ര രാജ്യങ്ങൾ, ഇന്ത്യ ഒഴിച്ച് ബാക്കി ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഓരോ യുദ്ധത്തിലാണ്. ഇന്ത്യ മാത്രം യുദ്ധത്തിലല്ല. പക്ഷേ ഈ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരേ സമയം നമ്മൾ നയതന്ത്ര ബന്ധത്തിലുമാണ്, വാണിജ്യ കരാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇത്തരം ചില ട്വിസ്റ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ട്വിസ്റ്റുകൾ ആരും പറയില്ല. പറഞ്ഞാൽ പിന്നെ ഒരു സംശയവുമില്ലാതെ ഇതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്കും ഇന്ത്യൻ സർക്കാരിനും പോകും. അതുകൊണ്ടാണ് ഈ ട്വിസ്റ്റ് മാത്രം ആരും പറയാത്തത്. ഇതിൻ്റെ പ്രധാന ട്വിസ്റ്റ് എന്തുകൊണ്ട് ഇന്ത്യക്ക് മാത്രം, അല്ലെങ്കിൽ ഇന്ത്യയുടെ കപ്പലുകൾ മാത്രം 28ഓളം കപ്പലുകളാണ് ഇപ്പോൾ വിടാൻ പോകുന്നത് എന്നാണ് വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നത്തെ ആ ഒരു തുടക്കത്തിലുള്ള ഒരു താമസം, അതായത് ആ കുറച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ തീർച്ചയായിട്ടും ആ ഹോർമൂസ് കടലിടുക്കിൽ. അതിനുശേഷം വരിവരിയായിട്ട് ഓരോ കപ്പലുകളും, ഇന്ത്യയിലേക്കുള്ള കപ്പലുകളും അവർ വിടുന്നു, അനുമതി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം തന്നെ ഇതാണ്. അവരുടെ 2 കപ്പലുകളാണ് ഇന്ത്യയിൽ കിടക്കുന്നത്. അവരുടെ ആ 2 കപ്പലുകൾ ഇന്ത്യയിൽ കിടക്കുന്ന കാലത്തോളം നമ്മുടെ കപ്പലുകൾ അവർക്ക് വിട്ടേ മതിയാവും. ഇത് സാധാരണ ബുദ്ധി കൊണ്ട് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിനകത്ത് ഒരുപാട് തലവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല.